ഹായ് മക്കളെ, എടാ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ +2 മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച ആ സെയിം മാർക്കിലേക്ക് എത്തിക്കണം, അല്ല അതിനേക്കാൾ മാർക്ക് കുറവാണ്? അതായത് ഫുൾ മാർക്ക് കിട്ടിയവന് 1-2 വിചാരിച്ചവന് 1-2 മാർക്ക് കുറവ്, എന്താ പറയുക, 60-ൽ 55 കിട്ടിയ ആൾക്ക് 50 എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയത്. അതായത് +2 എക്സാം കണ്ടപ്പം ഞാൻ വിചാരിച്ച ഫുൾ മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ടാവുന്നതാണ്, പക്ഷേ വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ടഫായ +1 കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കോളർഷിപ്പ് +1 +2 മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഞെട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ, റിപ്പീറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ആദ്യം തന്നെ ഇത് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇത് ഓഫ്ലൈനിന് മാത്രം അപ്ലിക്കബിൾ. എന്താ സാറേ ഓൺലൈൻ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, ഓൺലൈനിൽ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. കാരണം ഓഫ്ലൈൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഹോസ്റ്റൽ ഫീ എന്നൊക്കെ പറയുന്നത് നമുക്ക് എക്സ്പെൻസ് ഉള്ള സാധനം, അതേപോലത്തെ ക്ലാസ്സിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എക്സ്പെൻസ് ഉള്ള സാധനമാണ്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ഒരു പരിധിയിൽ നമ്പറിലും കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഫീ റിഡക്ഷൻ തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ്റെ സ്കോളർഷിപ്പ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ഓഫ്ലൈൻ മാത്രമാണ്. സോ ഞെട്ടാ റെഡി ആയിക്കോ. ഇതാണ് ഞങ്ങളുടെ സ്കോളർഷിപ്പ്. അതായത് നിങ്ങൾക്ക് +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, അതായത് PCB ആണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ PCM ആണെങ്കിൽ നിങ്ങൾക്ക് JEE ആയിരിക്കും. ഫുൾ മാർക്കാണെങ്കിൽ നിങ്ങൾ ഒറ്റ പൈസ തരേണ്ട, കോഷൻ ഡെപ്പോസിറ്റ് മാത്രം അടച്ചാൽ മതി. അതന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരും. ഓക്കെ, ഹോസ്റ്റൽ ഫീ അടക്കം ഫ്രീ ആയിക്കൊണ്ടാണ് ഉള്ളത്. 599 ആണെങ്കിൽ ഹോസ്റ്റൽ ഫീ മാത്രം അടച്ചാൽ മതി, മന്ത്ലി ഹോസ്റ്റൽ ഫീ മാത്രം അടച്ചാൽ മതി. ആൻഡ് ബാക്കിയുള്ള ഓരോന്നിനും 100% കോസ്റ്റ് ഫീ ഉണ്ട്, 90% ഉണ്ട്. അങ്ങനെ 580 മാർക്കിൻ്റെ മുകളിലാണെങ്കിൽ അടക്കം എന്താണ്, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് 10% കോസ്റ്റ് ഫീ റിഡക്ഷൻ തരാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ പറ്റുകയാണെന്ന് ഇതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് വേഗത്തിൽ തന്നെ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാം ഞങ്ങൾ ഒരു 2000 കുട്ടികളുടെ ക്യാമ്പസ് ആയിരുന്നു ഈ വർഷം പ്രതീക്ഷിച്ചത്. ആ 2000-ൽ തന്നെ മെയ് 15-നേക്കുള്ള ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി മെയ് എൻഡിലെയും ജൂണിലെയും ബാച്ചുകൾക്കാണ് അഡ്മിഷൻ ഉള്ളത്. അത് ഞങ്ങൾ വേഗം തീർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ അപേക്ഷിക്കാൻ വൈകിയാൽ ഞങ്ങൾക്ക് പിന്നെ ഹോസ്റ്റൽ തരാനില്ല, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടമായിരിക്കും. എത്രയും പെട്ടെന്ന് അത് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കേരളത്തിലെ വേറെ ഏത് സെൻറ്ററിൽ പോകുന്നതിനേക്കാളും ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ നന്നാവുക. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് എന്നാ അറിയാം, ഞങ്ങൾക്ക് വളരെ ചെറിയൊരു റിപ്പീറ്റർ ബാച്ച് മാത്രം, ഏകദേശം 48 കുട്ടികളെങ്ങാനാണ് ഉണ്ടായിരുന്നത്. അതിൽ പകുതിയിലധികം കുട്ടികൾക്ക് ഇത്തവണ 650 മാർക്കിൻ്റെ മുകളിലുണ്ട്. അവരൊക്കെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെത്തും. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് എന്താണ്, ഒരു റെസിഡൻഷ്യൽ ബാച്ചായിരുന്നു. അതിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇത്തവണ നീറ്റിന് നമുക്ക് കിട്ടുക. ഓക്കെ, പിന്നെ JEEയുടെ കേസിൽ നിങ്ങൾക്കറിയാം റിപ്പീറ്റർ ബാച്ച് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ബാച്ച് ഞങ്ങൾ തന്ന റിസൾട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്, ഓൺലൈനിൽ നിന്നുള്ള റിസൾട്ട് കണ്ടതാണ്. അതേപോലെ തന്നെ നീറ്റിൻ്റെ ഓൺലൈനിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ക്ലാസ്സസ് ഒരിക്കലും എന്തില്ല, മോശമാവില്ല. നിങ്ങൾക്ക് ഞങ്ങളെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു തരം പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് തരാൻ പറ്റും. എടാ മാർക്ക് കുറയുമ്പോൾ നിങ്ങളെ ഒന്ന് വിളിച്ചിട്ട്, എന്താണ് പറ്റിയത്, കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ഇത്തവണ മാർക്ക് കുറവാണല്ലോ, എന്താ പറ്റിയതെന്ന് ചോദിക്കാൻ നമ്മൾ അധ്യാപകർ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവുന്നുള്ള രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തായിട്ട് നമ്മുടെ അഡാപ്റ്റ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അഡാപ്റ്റിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ പറയാം. നിങ്ങൾ കേരളത്തിലെ ഏത് സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു മാർക്കുണ്ട്. ഒരു 600 ആണെന്ന് വിചാരിച്ചു നീറ്റിൻ്റെ കേസിൽ, JEEക്കാണെങ്കിൽ ഇത്ര %. ആ 600-നേക്കാൾ മിനിമം ഒരു 50 മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കിട്ടും. അഡാപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 650+ നിങ്ങൾക്ക് എത്താം. അതായത് 10-20% ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്കോളർഷിപ്പിന് അർഹരാണെങ്കിലോ ഞങ്ങളുടെ നീറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കമൻറ്റിൽ പിൻ ചെയ്തുള്ള ഫോം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അടുത്ത വർഷം നിങ്ങളെല്ലാവരെയും ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളും NITകളിലും IITയിലും നമുക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിങ്ങളെ കാണാൻ പറ്റും. ശരി.